മലയാള സിനിമയിലെ ഏറ്റവും തലമുതിർന്ന ഒരു പ്രൊഡ്യൂസറാണ് ഇന്ന് നമ്മളെ വിട്ടുപോയത്. നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്ത് കാന്തിമതി ബാലൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മാത്രമല്ല സിനിമാക്കാരുടെയും സാംസ്കാരിക രംഗത്തെ എല്ലാവരുടെയും അടുത്ത സുഹൃത്താണ് ബാലൻ. ഞങ്ങൾ ബാലണ്ണ എന്നാണ് വിളിക്കുന്നത്. അപ്പം ബാലൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും പുള്ളി ഓടിയെത്താറുള്ളൊരു കാര്യമാണ്. വലിയൊരു സംഘാടകനായിരുന്നു കാന്തിമതി ബാലൻ. ഒത്തിരി കാര്യങ്ങൾ ആദ്യം മുതൽ 1995 ഷോ 95 നടക്കുമ്പം തിരുവനന്തപുരത്തും എറണാകുളത്തും കാലിക്കറ്റിലും ഒക്കെ അദ്ദേഹം ഈ ഷോ സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹമായിരുന്നു സംഘാടകൻ. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. അദ്ദേഹം ഒരു വലിയൊരു സംഘാടകനായിരുന്നു. എല്ലാ കാര്യത്തിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഏറ്റവും മുമ്പിൽ ഇറങ്ങിയെന്ന് ചെയ്യുന്ന ഒത്തിരി സുഹൃത്ത് വലയുള്ള, അതായത് തിരുവനന്തപുരം സിറ്റിയിൽ എവിടോട്ട് തിരിഞ്ഞാലും കാന്തിമതി ബാലന് സുഹൃത്തുക്കളേ ഉള്ളൂ. മലയാള ഇൻഡസ്ട്രിയിലായാലും എല്ലാം അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളൊക്കെ ഭരതൻ ടീമിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളെല്ലാം വളരെ ഗംഭീര ഹിറ്റുകളുമാണ്. അപ്പം ബാലണ്ണൻ എടുത്ത സിനിമകൾ ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നതാണ്. 82 മുതൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ, ആരംഭളസരം എന്ന് പറഞ്ഞ സ്കിന്നരം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളാണ്. അപ്പോൾ കാന്തിമതി ബാലനായിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ. അങ്ങനെ നിരവധി ചിത്രങ്ങളുടെയൊക്കെ പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല. എല്ലാം ഒത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് വെച്ചാൽ ബാലണ്ണൻ സിനിമയിൽ വന്നിട്ടുള്ള കിട്ടിയ കാശ് മുഴുവൻ സിനിമയെ തന്നെ കളഞ്ഞ ഒരാളാണ്. അതായത് അങ്ങനെ ഒരു കലാകാരനായിരുന്നു. അതായത് വെറും കമേഴ്സ്യൽ സിനിമ എടുത്ത് കാശുണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു പുള്ളി. ഏറ്റവും കലാപരമായ കലാമൂല്യമുള്ള ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു നിർമ്മാതാവായിരുന്നു കാന്തിമതി ബാലൻ. എന്തായാലും ഈ വിയോഗം നമുക്കൊന്നും താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെ. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ നാളെ രാവിലെ ഇപ്പം വീട്ടിൽ കൊണ്ടുവരും. മീനാക്ഷി മന്ദിരത്തിൽ നാളെ രാവിലെ കൊണ്ടുവരും വഴുതക്കാട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലും സ്ഥലം ശരിയായിട്ടുള്ള എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതിന് പൊതുദർശനത്തിനായിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ശാന്തി കവാടത്തിൽ സംസ്കരിക്കുന്നത്. ഇപ്പോൾ 12:52 ഒന്നിനും ഇടയ്ക്കായിരുന്നു മരിച്ചത്. സുഖമില്ലാതെ ബാലണ്ണൻ സുഖമില്ലാതെ കിടക്കായിരുന്നു. കുറച്ച് നാളായിട്ട് അസുഖം ബാധിച്ച് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് വീണ പുള്ളിയുടെ ബാക്കിലെ എല്ലൊന്ന് പൊട്ടി. അത് പക്ഷേ ഈ അസുഖം കാരണം അത് ഓപ്പറേറ്റ് ചെയ്യാൻ വയ്യാത്തൊരു സ്ഥിതിയായിപ്പോൾ. എന്തായാലും ഒരു മലയാള സിനിമയ്ക്കൊരു തീരാ നഷ്ടം തന്നെയാണ് ഉണ്ടായത്. അതിന് പറഞ്ഞറിയിക്കാൻ വയ്യ.